പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരമായിട്ട് അദ്വൈതാനുഭൂതിയിലൂടെ ആ മഹത് സത്യത്തെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഹത് സത്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ സ്വരൂപമായിട്ടിരിക്കുന്നത് എന്ന അറിവിലേക്ക് ഉണർന്ന് ആ അറിവ് നിലയിൽ തന്നെ ആരാണോ സദാ വർത്തിക്കുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അതാണ് മോക്ഷമാർഗം. ഇനി ജന്മമില്ലാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു ബ്രഹ്മവിദ്യ. വേറെ ഒരു മാർഗത്തിലൂടെയും ആ നില കൈവരുകയില്ല. കർമ്മമാർഗം, ഭക്തിമാർഗം, യോഗമാർഗം എന്നൊക്കെ പല മാർഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ മാർഗത്തിലൂടെയൊക്കെ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് എത്തിക്കഴിഞ്ഞാലും 4 നടകളുണ്ട്. 4 നടകളിൽ കൂടിയും നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാം. പക്ഷേ ആ പത്മനാഭസ്വാമിയുടെ ദർശനം കിട്ടണമെങ്കിൽ ഗർഭഗൃഹത്തിൻ്റെ മുന്നിലെത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ദർശനം കിട്ടുകയുള്ളൂ. അതുപോലെ ഏത് ഗേറ്റിൽ കൂടിയും നിങ്ങൾക്കകത്ത് കയറാം. ഭക്തിമാർഗത്തിൽ കൂടെയും യോഗമാർഗത്തിൽ കൂടെയും കർമ്മമാർഗത്തിൽ കൂടെയും ഒക്കെ നിങ്ങൾക്ക് ആ സ്ഥലം വരെ എത്തിച്ചേരാം. പക്ഷേ ആ തലത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ജ്ഞാനമാർഗം കൊണ്ടും ജ്ഞാനമാർഗത്തിലൂടെ ബോധവാനായി യോഗനിലയിലേക്ക് പ്രവേശിക്കണം. അതിനെ യോജിപ്പിക്കണം. എന്നാൽ മാത്രമേ പറ്റൂ. ജ്ഞാനത്തിലൂടെ നമുക്ക് ആ സ്വരൂപജ്ഞാനമുണ്ടാകും. ഈ പറയുന്നത് കേട്ട് 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 ആ സ്വരൂപജ്ഞാനമുണ്ടാകും. ആ സ്വരൂപജ്ഞാനത്തെ ആ വസ്തുവുമായിട്ട് യോജിപ്പിച്ചില്ലെങ്കിൽ ആ വെറും ജ്ഞാനം കൊണ്ടൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ജ്ഞാനമാദ്യം, ദെൻ യോഗ. ആ യോഗം ഓരോരുത്തരിലും സംഭവിക്കണം. ആ യോഗം എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? നമ്മൾ എപ്പോഴും പറയുന്ന ആ സാക്ഷിഭാവത്തെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. യമുനാ നദിയുടെ മറുകരയിൽ ഒരു സന്യാസി വന്ന് താവളമടിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ആഹാരം കൊടുക്കാനായിട്ട് ശ്രീകൃഷ്ണൻ്റെ വസതിയിലുള്ള ഗോപസ്ത്രീകളെല്ലാവരും കൂടി അദ്ദേഹത്തെ ഒരു വിരുന്ന് നൽകുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം ഭക്ഷണങ്ങൾ കൊണ്ടുപോകാനൊക്കുമോ അത് മുഴുവനും തയ്യാറാക്കി ഗംഗാ നദീക്കരയിൽ വന്നപ്പോൾ ഗംഗ നിറഞ്ഞൊഴുകുകയാണ്. അപ്പുറത്തോട്ട് പോകാൻ മാർഗമില്ല. അപ്പോൾ ആ യമുനാ നദി നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എന്താണ് മാർഗം, അപ്പുറത്ത് കിടക്കുന്നതിനുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പുറത്തിരിക്കുന്ന മഹാത്മാവ് ജീവിതകാലം മുഴുവനും ഉപവാസമനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ആഹാരം കൊണ്ട് കൊടുക്കാനായിട്ട് വഴിമാറിത്തരൂ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈ ഗോപസ്ത്രീകൾ ആ യമുനയെ നോക്കിയിട്ട് പറഞ്ഞു, യമുനാ നദിയുടെ മറുകരയിലിരിക്കുന്ന മഹാത്മാവ് ജീവിതകാലം മുഴുവനും ഉപവാസമനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഹേ യമുനെ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഊട്ടുന്നതിനു വേണ്ടി അവിടെ എത്താൻ വഴിമാറിത്തരൂ എന്ന് പറയാത്ത താമസം യമുന വഴിമാറിക്കൊടുത്തു. അവർ അപ്പുറത്ത് ചെന്നു. ധാരാളം ആഹാരങ്ങളുമായിട്ടാണ് പോയത്, വിശിഷ്ട വിഭവങ്ങളുമായിട്ടാണ് പോയത്. അത് മുഴുവനും അദ്ദേഹത്തെ ഊട്ടിച്ചു. 10-25 പേർക്ക് കഴിക്കാനുള്ള ആഹാരങ്ങളുണ്ടായിരുന്നു മൊത്തം. അത് മുഴുവനും അദ്ദേഹത്തെ ഊട്ടിച്ച് സംതൃപ്തനായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഗോപസ്ത്രീകൾ തിരിച്ചു വരാനായിട്ട് എല്ലാ പാത്രങ്ങളും ശേഖരിച്ച് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് അവർക്ക് ബോധോദയമുണ്ടായത്. ചേട്ടാ, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കൃഷ്ണൻ തന്ന മന്ത്രം പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് അപ്പുറത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നതിനിടയ്ക്ക് ഒരു ഗോപശ്രീ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും? നമ്മൾ പറഞ്ഞത് ജീവിതകാലം മുഴുവനും ഉപവാസം അനുഷ്ഠിക്കുന്ന മഹാത്മാവാണ് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഹേ യമുനെ വഴിമാറിത്തരൂ എന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അന്നമൂട്ടിയില്ലേ, ആഹാരം കഴിപ്പിച്ചില്ലേ,
ഇനി എങ്ങനെ ആ മന്ത്രം പറയും? ജീവിതകാലം മുഴുവനും നിരാഹാരം അനുഷ്ഠിക്കുന്നയാളാണ് എന്ന് പറയുന്നത് സത്യമല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം ആഹാരം കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ മന്ത്രം എങ്ങനെ പറഞ്ഞാൽ ശരിയാകും? അത് ശരിയാണല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർ മഹാത്മാവിൻ്റെ സമീപത്തു തന്നെ ചെന്നു. ഞങ്ങൾക്കപ്പുറത്ത് പോകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് അപ്പുറത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സഹായം ചെയ്തു തരണം, ഉപായം പറഞ്ഞു തരണം എന്ന് ഈ ഗോപസ്ത്രീകൾ ആ മഹാത്മാവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ മഹാത്മാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങോട്ടെങ്ങനെയാണ് വന്നത്? അത് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞ മന്ത്രം ഉപയോഗിച്ച്. എന്താണ് ആ മന്ത്രം? അത് ഗംഗയുടെ അപ്പുറത്തിരിക്കുന്ന മഹാത്മാവ് ജീവിതകാലം മുഴുവനും ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ ഹേ യമുനെ വഴിമാറിത്തരൂ എന്ന മന്ത്രമാണ് ഞങ്ങൾ ചൊല്ലിയത്. അത് പറഞ്ഞോളൂ. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. അത് പറഞ്ഞോളൂ. അപ്പോൾ ഇവർക്ക് സംശയം, അതെങ്ങനെയാണ് പറഞ്ഞാൽ ശരിയാകുന്നത്? ഞങ്ങൾ അങ്ങേ ആഹാരം കഴിപ്പിച്ചില്ലേ? അപ്പോൾ ഇനി ജീവിതകാലം മുഴുവനും ഉപവാസം അനുഷ്ഠിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സത്യമാകും? നിങ്ങളതിനെക്കുറിച്ചൊന്നും വിചാരം ചെയ്യേണ്ട. നിങ്ങൾ അതേ മന്ത്രം തന്നെ ആ ഗംഗയുടെ യമുനയുടെ കരയിൽ ചെന്ന് ചൊല്ലൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വൈമനസ്യത്തോടുകൂടി ആ യമുനയുടെ സമീപത്തു നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മന്ത്രം എങ്ങനെയാണോ ചൊല്ലിയത് അതുപോലെ തന്നെ അവർ ചൊല്ലി. യമുനയുടെ ഇക്കരയിലിരിക്കുന്ന മഹാത്മാവ് ജീവിതകാലം മുഴുവനും നിരാഹാരം അനുഷ്ഠിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഹേ യമുനെ, ഞങ്ങൾക്ക് അപ്പുറം പോകുന്നതിന് വഴിമാറിത്തരൂ എന്ന് പറയാത്ത താമസം യമുന വഴിമാറിക്കൊടുത്തു. അവർ നടന്ന് അക്കരയെത്തി. അവർക്ക് അത്ഭുതമായി പോയി, ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അപ്പുറത്ത് ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ചോദിച്ചു, അദ്ദേഹത്തെ ഊട്ടിയോ? ഊട്ടി. എങ്ങനെ ഇരിക്കുന്നു? കൊള്ളാം. പക്ഷേ അതിനേക്കാൾ വലിയ സംഭവം, അങ്ങോട്ട് പോയതേ മഹാസംഭവം. ആ മന്ത്രം ചൊല്ലിയപ്പോൾ ഗംഗ യമുന വഴിമാറി തന്നു. എന്നാൽ ഇങ്ങോട്ട് വന്നപ്പോൾ അതിനേക്കാൾ മഹാസംഭവമാണ് നടന്നത്. അതെന്താ മഹാസംഭവം? ശ്രീകൃഷ്ണൻ ചോദിച്ചു. അല്ല, ആ മന്ത്രത്തിൽ ഞങ്ങൾ പറഞ്ഞത് ജീവിതകാലം മുഴുവനും അദ്ദേഹം നിരാഹാരത്തിലിരിക്കുന്ന ആളാണെങ്കിൽ യമുനയെ വഴിമാറി തരൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആഹാരം കഴിപ്പിച്ചതിന് ശേഷവും അതേ മന്ത്രം ചൊല്ലിയപ്പോൾ യമുന വഴിമാറി തന്നു. അതെങ്ങനെയാണ്? അദ്ദേഹം അപ്പോൾ നിരാഹാരത്തിലല്ലല്ലോ, ആഹാരം കഴിച്ചിരിക്കുകയല്ലേ. ആ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ശ്രീകൃഷ്ണനോട് ഗോപസ്ത്രീകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ മന്ത്രം ശരിയാണ്, അദ്ദേഹം ആഹാരമേ കഴിച്ചിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? അദ്ദേഹത്തിലെ ഞാനാണ് ആഹാരം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്തായിട്ടിരിക്കുന്നു? അദ്ദേഹത്തിലെ താനായിട്ടിരിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്നത് ഞാനും താനും. അദ്ദേഹം ആ ശരീരത്തിൽ തന്നിലെ താനായിട്ടിരിക്കുന്നു, ആ സാക്ഷിഭാവത്തിലിരിക്കുന്നു. അതാണ് വേണ്ടത്. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ മനസ്സിലാക്കൽ എത്രമാത്രം ശക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രയോജനം നമുക്കുണ്ടാകുന്നത്. അത് പറഞ്ഞപ്പോൾ ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി, അദ്ദേഹം തന്നിലെ സാക്ഷിഭാവത്തിലാണ് സദാ നിൽക്കുന്നത്. ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും ഏതൊരു ചൈതന്യമാണോ സാക്ഷിഭാവത്തിൽ അദ്ദേഹത്തിൽ കുടികൊള്ളുന്നത്, അതുതന്നെയാണ് നിങ്ങൾ ഓരോരുത്തരിലും കുടികൊള്ളുന്നത്. ആ സാക്ഷി സ്വരൂപമാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിൽ ആരാണോ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തുന്നത്, ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഈ വേഷം കെട്ടലൊന്നും ആധ്യാത്മികത അല്ല. അതൊക്കെ അതിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. വേണ്ടത് ഈ അറിവ് നില. ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ കുട്ടപ്പനോ ഗോപാലകൃഷ്ണനോ നായരോ ഈഴവനോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ഒന്നുമല്ല. ആ നാമരൂപരഹിതമായ സാക്ഷി ചൈതന്യം.
ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് എന്നിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, എന്നിലെ സാക്ഷി ചൈതന്യം, അത് എന്നിൽ മാത്രമല്ല, എന്നിലും അവനിലും അവളിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യം. അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ നായരെന്നോ ഈഴവനെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. പക്ഷിയെന്നോ മൃഗമെന്നോ വൃക്ഷമെന്നോ ലതയെന്നോ ഉള്ള ഒരു വ്യത്യാസവുമില്ല. സർവ്വതിൽ കൂടിയും സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. ഏത്? എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നിലെ സാക്ഷി ചൈതന്യം, എന്നിലെ താൻ. അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ നിന്നുകൊണ്ട് സദാസമയവും സർവ്വ വ്യാപാരങ്ങളിലും ഏർപ്പെടുക. പക്ഷേ നമ്മുടെ ശ്രദ്ധ എപ്പോഴും തന്നിലെ താനിൽ തന്നെ ആയിരിക്കണം. ഞാൻ ഞാൻ കുട്ടികളുടെ അച്ഛനോ അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ ഒന്നുമല്ല. ഞാൻ ആ സാക്ഷി ചൈതന്യമാണെന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ സദാ ഉണ്ടായിരിക്കണം. ശിവം, ആ മംഗളസ്വരൂപം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ബോധം സദാ ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് ഭർത്താവിനോടൊപ്പം ഭർത്താവായിട്ട് പെരുമാറുക, ഭർത്താവായിട്ട് ജീവിക്കുക, മക്കളോടൊപ്പം സുഖമായിട്ട് കഴിയുക, മക്കളെ തൻ്റെ മക്കളായിട്ട് തന്നെ കണക്കാക്കി ജീവിച്ചു കൊണ്ടിരിക്കുക, ഭർത്താവിനോടൊപ്പം കഴിയുക. എല്ലാം ആയിട്ട് കഴിയുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം ഈ കഴിയുന്ന ഭർത്താവിനോടൊപ്പം ഭാര്യയായിട്ട് കഴിയുന്ന ഈ ഞാനെന്ന് പറയുന്നത് യഥാർത്ഥ ഭാര്യയല്ല. ഞാനെന്ന് പറയുന്നത് എന്നിലെ ആ സാക്ഷി ചൈതന്യമാണ്. ഇത് ആണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് എപ്പോഴും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നിൽ അല്ല ജീവിക്കുന്നത്. എപ്പോഴും അവർ ഒന്നുകിൽ ഭർത്താവിൽ, അല്ലെങ്കിൽ ഭാര്യയിൽ, അല്ലെങ്കിൽ മക്കളിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒക്കെയാണ് അവർ സദാ നിലനിൽക്കുന്നത്. തന്നിൽ സദാ നിലനിൽക്കുന്നില്ല. പുരുഷൻ അങ്ങനെയല്ല, തന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബുദ്ധനും മഹാവീരനും ഒക്കെ സ്ത്രീകൾക്ക് ദീക്ഷ കൊടുക്കാൻ തയ്യാറാകാതിരുന്നത്. കാരണം അവർക്ക് ശരിയായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരിൽ തന്നെ നിലനിൽക്കുന്നില്ല. എന്നാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ സ്ത്രീകളിൽ പുരുഷ ചിത്തമുള്ളവരുണ്ട്, പുരുഷൻ്റെ മനസ്സോടുകൂടിയ സ്ത്രീകളുണ്ട്, പുരുഷന്മാരിൽ സ്ത്രീ ചിത്തമുള്ളവരുണ്ട്. നിങ്ങൾക്കറിയാമത്. അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ഞാൻ പറഞ്ഞ ഗണത്തിൽ പെടാത്ത പുരുഷ ചിത്തമുള്ള സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനും സാധിക്കും. എന്നാൽ ഏതൊരു സ്ത്രീയാണോ വളരെ ശ്രദ്ധാപൂർവം ആ ഗുരുവിൽ സമർപ്പിത മനസ്കയായിട്ട് ആ കേൾക്കുന്ന കാര്യം ഉൾക്കൊണ്ട് താൻ അതാണെന്ന് മനസ്സിലാക്കി തന്നെ ആ ഗുരുവിൻ്റെ ബലത്തോടുകൂടി ഗുരുവിൽ സമർപ്പിതനായി അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് നിസ്സാരമായിട്ട് അതിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കും. കാരണം അതെല്ലാം ഗുരുവിൻ്റെ മഹിമ കൊണ്ടല്ല, പിന്നെയോ നിങ്ങളുടെ സമർപ്പണ ഭാവം കൊണ്ട്. നിങ്ങൾക്കൊരു കല്ലിനെ ദൈവമായിട്ട് സങ്കല്പിച്ച് ആ കല്ലിൽ സമർപ്പണം നടത്താനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ആ കല്ലിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഒരു ഗുരുവിനെ നിങ്ങൾ വരിച്ചു, ആ ഗുരു യഥാർത്ഥത്തിലുള്ള ഗുരുവല്ല,
ഒരു കുരുവായിരുന്നാലും യോഗ്യനല്ലാത്ത ആളായിരുന്നാൽ പോലും നിങ്ങളുടെ സമർപ്പണം സമ്പൂർണ്ണമാണെങ്കിൽ, ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഗുരുവിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഗുരു ഒരു ഉപാധി മാത്രം. നിങ്ങൾക്ക് ആ സമർപ്പണം കിട്ടുന്നത് എങ്ങനെയാണ്? ആ സാക്ഷാത്കാരം കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സമർപ്പണത്തിൻ്റെ ബലത്തിൽ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗുരു നല്ലതാണോ മോശമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഗുരു മോശമായിരുന്നാൽ പോലും, ഗുരു കള്ളനായിരുന്നാൽ പോലും ആ ഗുരുവിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടും എന്നുള്ള കാര്യത്തിൽ ആ കഥകളുണ്ടല്ലോ. വിഡ്ഢികൂഷ്മാണ്ഡം അല്ലേ? വിഡ്ഢികൂഷ്മാണ്ഡം. ഒരാളിന് ഒരു മഹാവൈദ്യനുണ്ടായിരുന്നു. ആ വൈദ്യനിൽ നിന്ന് ദീക്ഷയെടുക്കണം എന്നുള്ള, ശിഷ്യനാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ, ഒരു ദിവസം തൻ്റെ വീട്ടിൽ വിളഞ്ഞു കിടന്നിരുന്ന ഒരു വലിയ കുമ്പളങ്ങയും പറിച്ചെടുത്തുകൊണ്ട് ഗുരുവിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. രാവിലെ അദ്ദേഹം ഉറക്കം എഴുന്നേറ്റിട്ടില്ല. ഇദ്ദേഹം ചെന്ന് വിളിച്ചപ്പോൾ തലയിലൊരു കുമ്പളങ്ങയുമായിട്ട് ഗുരു വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരുത്തൻ കുമ്പളങ്ങയുമായിട്ട് നിൽക്കുന്നു. ഇന്നത്തെ കണി, വിഡ്ഢി കൂഷ്മാണ്ഡം എന്നിങ്ങനെ പറഞ്ഞു ഗുരു. ഈ കുമ്പളങ്ങയും ചുമന്നുകൊണ്ട് നിൽക്കുന്നവൻ ആ കുമ്പളങ്ങ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വെച്ച് നമസ്കരിച്ചിട്ട് തിരിഞ്ഞങ്ങ് പോയി. ആ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയുന്ന ആ രണ്ട് പദങ്ങളും മന്ത്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതും ചൊല്ലിക്കൊണ്ടങ്ങ് പോയി. തിരിഞ്ഞേ നോക്കിയില്ല. അത് ചൊല്ലി 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 അദ്ദേഹം, ആ മനുഷ്യൻ ആ മന്ത്രത്തിൽ സിദ്ധനായി തീർന്നു. മന്ത്രസിദ്ധനായി തീർന്നു, ശക്തനായി തീർന്നു. ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഏത് വിഷമിറക്കാനും, ഏത് പാമ്പ് കടിച്ചാലും അതിൻ്റെ വിഷമിറക്കുന്നതിന് ഇദ്ദേഹം ഒന്ന് ജപിച്ച് ഒരു വെള്ളം കൊടുത്താൽ മതി, വിഷമിറങ്ങും. വിഷകാരിയായിരുന്നു മറ്റേ മന്ത്രം, മറ്റേ ഗുരു. ആ സമയത്ത് അവിടുത്തെ രാജാവിൻ്റെ മകന്, രാജകുമാരന് സർപ്പദംശമേറ്റു. നാട്ടിലെ സർവ്വ ആളുകളെ കൊണ്ട് ആ വിഷമിറക്കിക്കാനായിട്ട് ശ്രമിച്ചു നോക്കി. ഒരു തരത്തിലും വിഷമിറക്കാൻ കഴിയുന്നില്ല, ഇറങ്ങുന്നില്ല. ഇനി ആരുമില്ല. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരാളുണ്ട്, നമുക്കതും കൂടെ ഒന്ന് നോക്കാം, എന്നാൽ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് അല്പം ജലം രാജകുമാരന് കൊടുത്തു. വിഷമിറങ്ങി. വിഷമിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്ത് കൊണ്ട് വിടുന്നതിന് വേണ്ടിയിട്ട് തേരും കാലാളും എല്ലാം കൂടെ ചേർന്ന് വളരെ ആർഭാടത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന വഴിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ താവളം. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിൽക്കൂ, തേര് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് ചാടിയിറങ്ങി, അതിൽ നിന്ന് ചാടിയിറങ്ങി. അപ്പോൾ ഗുരു അവിടെ നോക്കിയിട്ട്, ഇതെന്താ വലിയ കൊട്ടാരത്തിലെ തേരും സന്നാഹങ്ങളുമായിട്ട് നമ്മുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, ഇതെന്ത് കാരണം? അദ്ദേഹം ഇങ്ങനെ കണ്ടുപിടിച്ച് നിൽക്കുമ്പോൾ ഈ ആൾ വിഡ്ഢി കൂഷ്മാണ്ഡം ഇറങ്ങി നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇദ്ദേഹത്തിന് ആൾ മനസ്സിലായില്ല, ആരുടെ വന്നൊരുത്തൻ പാദത്തിൽ നമസ്കരിക്കുന്നു? ആരാണ് നീ? ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ലെങ്കിലും അങ്ങ് എൻ്റെ ഗുരുവാണ്. അങ്ങയ്ക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ ഒരിക്കൽ ഒരു കുമ്പളങ്ങയുമായിട്ട് ഇവിടെ വന്നപ്പോൾ, രാവിലെ വന്നപ്പോൾ അങ്ങ് കണി കണ്ടത് എന്നെയാണ്. അങ്ങ് വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന വാക്ക് ഉച്ചരിക്കുകയുണ്ടായി. ഞാനത് മന്ത്രമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്
ഞാൻ ജപിച്ച് ജപിച്ച് സിദ്ധനായിത്തീർന്നു. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഗുരുവാണ്. ഇപ്പോൾ കൊട്ടാരത്തിൽ രാജകുമാരന് ഉണ്ടായ ആ വിഷം ആ മന്ത്രത്തിലൂടെ മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഗുരു ഇദ്ദേഹത്തെ മാറോട് ചേർത്ത് അണച്ച് ശിഷ്യനായിട്ട് ഭരിച്ചു. നോക്കൂ, ഗുരു അറിഞ്ഞേയില്ല. ശിഷ്യന് നേടേണ്ടത് മുഴുവനും ആ ഗുരുവിൽ നിന്ന് നേടാൻ കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് ഏതു ഗുരുവിനെ കിട്ടിയാലും യമേവൈഷ വൃണുതേ തേന ലഭ്യ തസ്യൈഷ ആത്മാ വിവൃണുതേ തനും സ്വാം എന്ന് കഠോപനിഷത്തിൽ പറയുന്നത് പോലെ നിങ്ങളെങ്ങനെയാണോ വരിക്കുന്നത്, നിങ്ങളെങ്ങനെയാണോ ആ ഗുരുവിനെ സമീപിക്കുന്നത്, നിങ്ങളെങ്ങനെയാണോ ആ ഗുരുവിൽ ഭക്തി പുലർത്തുന്നത്, ശ്രദ്ധ പുലർത്തുന്നത്, അതാണ് ശ്രദ്ധാവാൻ ബലവാൻ ഭവതി യോ യശ്രദ്ധ സ ഏവ സഹ. വെറുതെ കിട്ടുകയില്ല. എനിക്ക് കിട്ടിയ ഗുരു മോശം എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഗുരുവിൻ്റെ കുഴപ്പം കൊണ്ടല്ല നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത്, നിങ്ങളുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അവരവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് എല്ലാം കിട്ടാതിരിക്കുന്നത്. കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അവരവരുടെ ഭാവത്തിനനുസരിച്ച് യദ്ഭാവോ തദ്ഭവതു. ശരീരമാത്മാനം മന്യമാനഃ ശരീരാത്മാ ഭവതി. സച്ചിദാനന്ദ സ്വരൂപഃ ഇതി മന്യമാനഃ ബ്രഹ്മൈവ ഭവസി. ഒരു സംശയവുമില്ല. കാരണം എന്താ? നിങ്ങൾ അതാകുന്നു. തത് ത്വമസി. സ്വാമി, അതെനിക്കറിയാം. സാമവേദത്തിലുള്ളതല്ലേ? ആ. ഛാന്തോക്യോപനിഷത്തിലുള്ളതല്ലേ? ആ, എനിക്കറിയാം. അറിഞ്ഞിട്ട് ക്യാ ബലം? അറിഞ്ഞിട്ടെന്ത് ഫലം? തത്വമസി എന്ന് പറയുന്നതിലെ ആ തത്, അത് എന്നിലിരിക്കുന്ന അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന ഭാവത്തിലൂടെ സദാ ആ ഭാവത്തിൽ ഈ ശരീരത്തിൽ നിങ്ങളെ ഇരുത്തുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതാണ് സ്പിരിച്വാലിറ്റി. കുറേ കാണാതെ ഒന്നും കാണാതെ പഠിക്കണ്ട. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതിനെക്കുറിച്ച് എന്ത് കാണാതെ പഠിക്കാനുണ്ട്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ബോധിച്ച് അത് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സത്സംഗങ്ങൾ മുഴുവനും. കേട്ട് ഞാൻ അതാണ് എന്ന് ബോധിച്ച് സ്വയം ആ ബോധനിലയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ഈ ശരീരത്തിൽ അവൻ സാക്ഷാത്കാരം നേടിയവനാവും. അവന് എല്ലാ കർമ്മങ്ങളിലും വ്യാപരിക്കാം. എങ്ങനെ? സദാസമയവും ആ ഭാവത്തിലിരുന്നു കൊണ്ട്. കണ്ടില്ലേ കുടം നൃത്തം ചെയ്യുന്ന കുംഭാട്ടക്കാരികൾ? കുടം തലയിൽ വെച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന കുംഭാട്ടക്കാരികൾ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുകയും വർത്തമാനം പറയുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെ ശ്രദ്ധ സദാസമയവും തൻ്റെ കുടത്തിൽ തന്നെയായിരിക്കും. അതുപോലെ നിങ്ങൾ കുടുംബജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടി കഴിയുന്നവരായാലും ശരി, ചിലപ്പോൾ ആശുപത്രിയിലായിരിക്കും പോകേണ്ടി വരുന്നത്. മക്കളിൽ ഒരുവൻ വീണ് കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്ന സമയത്ത് എല്ലാം പോയി ഭഗവാനെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പാടില്ല. അപ്പോഴും ഇതൊക്കെ ആ മകൻ്റെ കാലൊടിഞ്ഞത് പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്, അവൻ അനുഭവിക്കാനുള്ളതാണ്. നിൻ്റെ ആശുപത്രിവാസം നിൻ്റെ പ്രാരബ്ധാനുസാരം സംഭവിക്കുന്നതാണ്. അതിനൊന്നും ഭഗവാൻ ഉത്തരവാദികളല്ല. നമ്മളുടെ കർമ്മഫലാനുസാരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെല്ലാം സാക്ഷിഭാവത്തിൽ അതിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിലെല്ലാം സാക്ഷിയായിരിക്കുന്ന കർമ്മത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ വേറെ, അതിന് സാക്ഷിയായിരിക്കുന്ന താൻ വേറെ. സദാസമയവും ആ ഭാവത്തിൽ താൻ ഭാവത്തിൽ നിന്നുകൊണ്ട് ഏതൊരാളാണോ സദാസമയവും തൻ്റെ ശ്രദ്ധയെ തന്നിലെ താനിൽ തന്നെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന്
യോഗവാസിഷ്ഠത്തിൽ ഒരു മന്ത്രം പറയും, അന്തസന്ധ്യക്ത സർവാശോ വീതരാഗോ വിവാസന. തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെയെല്ലാം ത്യജിച്ചിട്ട് വീതരാഗോ വിവാസന, യാതൊരു പൂർവ്വവാസനകളും ശല്യപ്പെടുത്താതിരിക്കുന്ന തരത്തിൽ, തൻ്റേതായിട്ട് യാതൊരാഗ്രഹങ്ങളും ഇല്ലാത്ത തരത്തിൽ, തന്നിലെ താൻ ഭാവത്തിൽ തന്നെ ആരാണോ സദാ തന്നെ നിലനിർത്തിയിരിക്കുന്നത്, ബഹി സർവസമാചാരോ, ഉള്ളിൽ തന്നിലെ താൻ ഭാവത്തിൽ നിൽക്കുന്നു, ബഹി വെളിയിൽ ഏത് കർമ്മത്തോടൊപ്പമാണോ ഏത് സാഹചര്യങ്ങളോടൊപ്പമാണോ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടപ്പ ഞങ്ങൾ 4 പേരുണ്ട് 3 പേരുണ്ട്, ഒരാൾ കുറവ്, നീ കൂടെ വാടെ ചീട്ട് കളിക്കാൻ കുറച്ച് നേരം, പോയി കളിച്ചോളൂ, അതിനൊന്നും തടസ്സമില്ല. നിങ്ങൾക്ക് അല്പനേരം കളിക്കണമെന്ന് തോന്നി ഒന്നും പാടില്ല, അല്പം ചീട്ട് കളിച്ചാൽ ഉടനെ ആധ്യാത്മികത തകർന്നു പോകുമെന്നൊന്നും കരുതരുത്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളിലെ ഞാൻ ഭാവത്തിന് ചെയ്യാൻ വന്നിരിക്കുന്ന കർമ്മം അതാണ്. ഒരു കൈ കൊടുത്തു. അപ്പോഴും ആ ചീട്ട് കളിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഈ ചീട്ട് കളിച്ചു കൊണ്ടിരിക്കുന്ന ഞാനല്ല, എന്നിലെ ഞാൻ ആ ചീട്ട് കളിക്കുന്നവനെയും കണ്ടുകൊണ്ടിരിക്കുന്ന എന്നിലെ താനാണ്, എന്നിലെ യഥാർത്ഥ ഞാൻ എന്നുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ ആ ചീട്ട് കളിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. അപ്പോൾ സ്വാമി കൊള്ളാമല്ലോ, അങ്ങനെയാണ്. അതാണ് ഇവിടെ പറയുന്നത്, അന്തസന്ധ്യക്ത സർവാശോ വീതരാഗോ വിവാസന ബഹി സർവസമാചാരോ. വെളിയിൽ എല്ലാമായിട്ടും നിങ്ങൾക്ക് ഇടപഴകാം. ബഹി സർവസമാചാരോ ലോകേ വിഹര വിജ്വര. യാതൊരു ഉത്കണ്ഠയും കൂടാതെ ലൗകിക ജീവിതത്തിൽ എല്ലാമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കളെല്ലാവരും കൂടെ ചേർന്ന് ഒരു സിനിമയ്ക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആധ്യാത്മികതയാണ്, കാഷായമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അച്ചായൻ ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകണം, ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം, ഞങ്ങളെ നോക്കാൻ ആരുമില്ല. കൂടെ പോവുക. കൂടെ പോയി ആ ആധ്യാത്മിക ഭാവത്തിലിരിക്കുന്നയാളിന് സിനിമ കണ്ട് അതിൽ ലയിക്കാനോ ആഹ്ലാദിക്കാനോ ഒന്നും കഴിയില്ല. പോകുന്നു, ഒന്നുകിൽ അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ഞാൻ ഭാവത്തിൽ നിന്ന് മാറി താൻ ഭാവത്തിൽ തന്നെ ഇരിക്കും. ഞാൻ ഈ അടുത്ത കാലത്തൊരു സിനിമ കാണാൻ പോയി. എനിക്കതിനകത്ത് ഇരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അങ്ങ് പോയി. എമ്പുരാൻ. കാരണം ഇത്രയും ഒക്കെ ഗംഭീരമായിട്ട് എടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞ് ഇന്ന് പക്ഷേ കാണാനുള്ള മനസാന്നിധ്യം നമുക്കില്ല. അങ്ങനെയുള്ളവർ അവിടെ ചിലപ്പോൾ കണ്ണടച്ചിരിക്കും. മക്കൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ആ ആൾ, അച്ഛൻ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ ഭർത്താവ്, തൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധവാനായി അതിൽ സ്ഥിതി നേടിയ ആളാണെങ്കിൽ, നോക്കൂ, ലൗകിക ജീവിതത്തിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളൊന്നും കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളുകളല്ല. ലൗകിക ജീവിതത്തിൽ ലയിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്യാസിയുടെ നിലയിലേക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കും എന്നുള്ളതിനുള്ള ഉദാഹരണമാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ശങ്കരാചാര്യസ്വാമികൾ ഏത് നിലയിൽ വർത്തിക്കുന്നുവോ അതേ നിലയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ഉയർത്താൻ സാധിക്കും, ഒരു സംശയവും വേണ്ട. അതെങ്ങനെ സ്വാമി സാധിക്കും? എന്താ സംശയം? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. യമുനാ നദിക്കരയിൽ അക്കരയിൽ താൻ ഭാവത്തിലിരിക്കുന്ന, സാക്ഷി ഭാവത്തിലിരിക്കുന്ന ആ മഹാത്മാവിനെ പോലെയാണ് നിങ്ങളിരിക്കുന്നത് എങ്കിൽ എന്താ കുഴപ്പം? എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾ വ്യാപരിച്ചുകൊള്ളൂ.
അരി വയ്ക്കണം, കഞ്ഞി വയ്ക്കണം, കറി വയ്ക്കണം, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, ഒക്കെ ചെയ്തോളൂ. ഒരാളൊരു ഗുരുവിനെ കാണാൻ പോയി. ആ ഗുരുവിനെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് പോയി വാതിൽ തുറന്ന് അകത്തോട്ട് കയറി നോക്കിയപ്പോൾ ഒരു കരിമാടിക്കുട്ടൻ നിന്ന് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ വന്നയാൾ ചോദിച്ചു, ഇവിടുത്തെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ, കാണാൻ പറ്റുമല്ലോ, വരണം എന്ന് പറഞ്ഞു. വരണം, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്തിനാണ് കാണേണ്ടത്? അല്ല, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ അറിവുണ്ട്, അദ്ദേഹം വലിയ ഗുരുവാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം, കരിമാടിക്കുട്ടൻ അവിടെ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ വെള്ളം കോരി തീർന്നിട്ട് വേണം, ദാ കിടക്കുന്നില്ലേ വിറക്, അത് മുഴുവനും കീറാനുള്ളതാണ്, അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ പ്രശസ്തനായ ഗുരു, അയാളുടെ കർമ്മത്തിൽ നിന്നൊഴിയുന്നില്ല. അയാളുടെ ഗുരുത്വം വേറെ, അയാളുടെ കർമ്മം വേറെ. അതുപോലെ നിങ്ങളും ഗൃഹത്തിൽ ഏതെല്ലാം കർമ്മങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുവോ അതിലെല്ലാം വ്യാപരിച്ചു കൊണ്ടിരുന്നോളൂ. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ഈ കർമ്മം ചെയ്യുന്ന ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാൻ, ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ഈ ശരീരത്തിലും ഇതര ശരീരങ്ങളിൽ കൂടിയും പ്രകാശിച്ച് സമമായിട്ട് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ സർവേശ്വര ചൈതന്യമാവുന്നു ആ സാക്ഷി ചൈതന്യം. അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ, എന്നിലെ താൻ എന്ന ഭാവം നിരന്തര വിചാരത്തിലൂടെ ആരിലാണോ ഉറച്ചിരിക്കുന്നത് ആ ഉറപ്പിൽ നിന്ന് അയാൾ അണുവട വ്യതിചലിക്കുന്നില്ല. എങ്കിലും 24 മണിക്കൂറും അയാൾ അല്ലെങ്കിൽ അവൾ വീട്ടിലെ സർവകർമ്മങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവധൂതൻ ഇറച്ചിവെട്ടുകാരനായിരുന്നു. എന്താ തടസ്സം? ഒരു തടസ്സവുമില്ല. തൻ്റെ ഭാവത്തിൽ നിന്ന് അണുവട വ്യതിചലിക്കാതെ എല്ലാ കാര്യങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കാം. അതാണ് ഈ വസിഷ്ഠ രാമായണത്തിൽ പറയുന്നത്, അന്തസന്ധ്യക്ത സർവാശോ. ഉള്ളിൽ തൻ്റേതായിട്ട്, എന്നാൽ ഞാൻ ഭാവത്തിൽ എനിക്ക് യാതൊന്നും നേടാനില്ല. കാരണം എന്നിൽ ഞാനില്ല. ഞാൻ എന്നിലെ ഞാനിൽ നിന്ന് എന്നെ ഉദ്ധരിപ്പിച്ചിരിക്കുന്നു. എവിടത്തേക്ക്? എന്നിലെ താൻ ഭാവത്തിലേക്ക്. അതാണ് ഭഗവത്ഗീത പറയുന്നത്, ഉദ്ധരേതാത്മനാത്മാനം. സ്വാമി ആ മന്ത്രം അറിയാം, കാണാതെ അറിയാം സ്വാമി. കാണാതെ അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? ഉദ്ധരേതാത്മനാത്മാനം എന്നുള്ളത് അറിഞ്ഞിട്ടെന്ത് പ്രയോജനം? ക്യാ ബലം? നിങ്ങളെ ഉദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ഫ്രം ദ ഞാൻ ഭാവ ടു ദ താൻ ഭാവ. നിങ്ങളെ ഉദ്ധരിപ്പിച്ച് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളിൽ തന്നെയുള്ള ആ സാക്ഷി ഭാവത്തിൽ നിരന്തര വിചാരത്തിലൂടെ ഉറപ്പിച്ചിട്ടുണ്ടോ? ആ ഉറപ്പിക്കുന്നതിനുള്ള നിരന്തര വിചാരത്തിന് വേണ്ടിയാണ് ആ മന്ത്രം നമ്മൾ പറഞ്ഞത്, ശിവോഹം ശിവോഹം ശിവോഹം, അല്ലെങ്കിൽ സോഹം. ഞാൻ അതാണ്, മറ്റേ പാമ്പിൻ്റെ പാർട്ടിയല്ല. ശിവം മംഗളസ്വരൂപം. ആ മംഗളസ്വരൂപം ഈ ശരീരത്തിലിരിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം ശവമാകാതിരിക്കുന്നത്. അത് പിരിഞ്ഞാൽ ശവം, അതിരിക്കുമ്പോൾ ശിവം. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശിവസ്വരൂപം, ആ സാക്ഷി സ്വരൂപം, ആ മംഗളസ്വരൂപം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപമെന്ന് ബോധിച്ച് സദാസമയവും ആരാണോ നിരന്തര വിചാരത്തിലൂടെ ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും 24 മണിക്കൂറും. ആ 24 മണിക്കൂറും നിങ്ങൾക്ക് മറ്റ് കർമ്മങ്ങളിൽ വ്യാപരിക്കുകയും ചെയ്യാം. ദാറ്റ് ഈസ് ആൻ ആർട്ട്. അത് സാമർഥ്യമാണ്. യോഗ കർമ്മസു കൗശലം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യോഗയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃത.
യോഗസ്ഥ കുരു കർമാണി. യോഗസ്ഥൻ എന്താ? യോഗസ്ഥൻ ആ തന്നിലെ താനുമായിട്ട് യോജിച്ചിരിക്കുന്നവൻ. അതാണ് നേരത്തെ പറഞ്ഞത് യോഗം. ജ്ഞാനമെന്ന് പറയുന്നത് സത്സംഗത്തിലൂടെ ഈ ജ്ഞാനം ഉണ്ടായാൽ പ്രയോജനമില്ല. ആ ജ്ഞാനത്തെ നിങ്ങൾ യോഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ടോ? എങ്ങനെയാണ് യോഗത്തിലേക്ക് മാറ്റുന്നത്? ഞാൻ ഈ ഞാനല്ല, ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ താൻ, ആ സാക്ഷി ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ എന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് തൻ്റെ ശ്രദ്ധയെ ആരാണോ യോജിപ്പിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് കാൾഡ് യോഗ. അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. കുത്തിയിരുന്ന് പ്രാണായാമം ചെയ്യാൻ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ തലകുത്തി നിൽക്കാൻ പറയുന്നുണ്ടോ? ഒന്നും വേണ്ടല്ലോ. കീപ് ദാറ്റ് ഭാവ. ഞാൻ ഈ ശരീരത്തിലെ സാക്ഷി ചൈതന്യം. ആ സാക്ഷി ചൈതന്യത്തെ എപ്പോഴും ഭാവന ചെയ്യണം. ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായി ഉറങ്ങാതെ ഉണർവോടുകൂടി എന്നിൽ പ്രകാശിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതിനെ നിങ്ങൾ കാണാതെ കാണണം. ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി, ഇന്ന് ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷി, ഇന്നലെ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷി, ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള സർവകർമ്മങ്ങൾക്കും സാക്ഷി. ആരും കാണാതെ ഞാൻ ചെയ്തിട്ടുള്ള പല കർമ്മങ്ങളുമുണ്ട്, അല്ലേ? എല്ലാവർക്കും ഉണ്ട്. അതിനെല്ലാം സാക്ഷി. മിണ്ടരുത്, മിണ്ടണ്ട, എല്ലാത്തിനും സാക്ഷി. ആ സാക്ഷി ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ബോധനിലയിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. സദാ 24 മണിക്കൂറും ആ ഭാവം തൻ്റെ ഉള്ളിൽ സദാ പുലരണം. അതാണ് രാമതീർത്ഥൻ, സ്വാമി രാമതീർത്ഥൻ്റെ സുഹൃത്ത് പൂരൺ സിംഗ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ രാമമന്ത്രം മുഴങ്ങുന്നു. അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. രാമതീർത്ഥനെ കിടന്നുറങ്ങുകയാണ്. പക്ഷേ മന്ത്രധ്വനി അവിടെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ പൂരൺ സിംഗ് അകത്തെ മുറിയെല്ലാം തുറന്നു നോക്കി. വേറെ ആരുമില്ല. ഏതെങ്കിലും മുറിയിൽ ആരെങ്കിലും മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം ഇങ്ങനെ എല്ലാ മുറികളും തുറന്നു നോക്കി. ആരുമില്ല. വെളിയിൽ നോക്കി, ആരുമില്ല. എന്നിട്ട് അകത്തോട്ട് വരുമ്പോൾ ആ മന്ത്ര ജപത്തിൻ്റെ ശബ്ദം കൂടിക്കൂടി വരുന്നു. രാമതീർത്ഥരുടെ സമീപത്തേക്ക് വരുമ്പോൾ മന്ത്രജപത്തിൻ്റെ ശബ്ദം കൂടിക്കൂടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം പതുക്കെ ആ കാലിൻ്റെ അവിടെ കുനിഞ്ഞിരുന്ന് ആ കാലിൻ്റെ സമീപത്തേക്ക് ചേർത്ത് വെച്ചപ്പോൾ മന്ത്രശബ്ദം മുഴങ്ങുന്നതായിട്ട് കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് കാത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ മന്ത്രധ്വനി മുഴങ്ങുന്നു. അദ്ദേഹത്തെ കൈയുടെ സമയത്ത് കാത് കൊണ്ട് ചേർത്ത് വെച്ചപ്പോൾ അവിടെയും മന്ത്രം, ശരീരത്തിൽ നിന്ന് ആകമാനം ആ മന്ത്രം ധ്വനിക്കുന്നു. മന്ത്രധ്വനി മുഴങ്ങുകയാണ്. എന്തുകൊണ്ട്? ഉള്ളിൽ ആ മന്ത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അജപാരൂപത്തിൽ നിരന്തര വിചാരത്തിലൂടെ സദാസമയവും ആ മന്ത്രം ജപിച്ച് 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 ഇപ്പോൾ അത് അജപാരൂപത്തിൽ ജപിക്കാതിരിക്കുമ്പോൾ പോലും ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഇരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ആ ശരീരത്തിൽ നിന്ന് ആ മന്ത്രധ്വനി മുഴങ്ങുന്നത്. ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണെങ്കിലും അതികഠിനവുമാണ്. ഈ തരത്തിലുള്ള ഭാവം ആർക്കാണോ ഉണ്ടാകുന്നത് അവർക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരം കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാമി വലിയ പാടാണല്ലോ ഇത്. എന്തുപാട്? ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ഭാവന ചെയ്യാൻ എന്തുപാട്? നിങ്ങൾ ഈ ഭയങ്കര പാടാണെന്ന് പറഞ്ഞാൽ എന്താ പാട്?
ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ വസന്തയല്ല, അമ്മുക്കുട്ടിയല്ല. ഞാനെന്ന് പറയുന്നത് നാമരൂപരഹിതമായ ആ ചൈതന്യം. ജാതി നീതി കുലഗോത്രദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി യത് ബ്രഹ്മ തത് ത്വമസി. അതാണ് നീ, അതാണ് നിങ്ങൾ ഓരോരുത്തരും, അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അന്തർഭാഗത്തിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം ബ്രഹ്മം. അത് മായോപഹിതമായിരിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നു, അവിദ്യോപഹിതമായിരിക്കുമ്പോൾ ജീവാത്മാവ് എന്ന് പറയുന്നു, മായോപഹിതമായിരിക്കുമ്പോൾ പരമാത്മാവ് ഈശ്വരൻ എന്ന് പറയുന്നു. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ആ നിരാകാര ബ്രഹ്മം തന്നെയാണ്. അവിദ്യയോട് ചേർന്നിരിക്കുമ്പോൾ ജീവനായിട്ടിരിക്കുന്നു, മായയോട് ചേർന്നിരിക്കുമ്പോൾ ഈശ്വരനായിട്ടിരിക്കുന്നു. ഇതിനെ സത്സംഗത്തിലൂടെ കേട്ട് തിരിച്ചറിഞ്ഞ് ഞാൻ ഈ ജീവനുമല്ല, ആ ബ്രഹ്മത്തിലേക്ക് എത്തണമെങ്കിൽ ഈശ്വരനിലേക്ക് ആദ്യം നിങ്ങൾ ഉയരണം, പടി കടക്കണം. ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉദ്ധരിപ്പിക്കണം. നേരിട്ട് നിരാകാര ഭാവത്തിലേക്ക് ഉയരാൻ പാടാണ്. ആ തരത്തിലുള്ള യോഗ്യത ഇല്ല. ഉണ്ടെങ്കിൽ പറ്റും. അതുകൊണ്ട് ജീവഭാവത്തിൽ നിന്ന് ഈശ്വരഭാവത്തിലേക്ക് ആദ്യം തന്നെ ഉദ്ധരിപ്പിക്കുക. ആ ഈശ്വരഭാവമാണ് തന്നിലെ താൻ. അതിന് മറ്റെങ്ങും പോകണ്ട, തന്നിൽ തന്നെ ആ സാക്ഷി ചൈതന്യം ആയിട്ട് താൻ ഇരിക്കുകയല്ലേ. അതിലേക്ക് ഉയർത്താനായിട്ട് ആരുടെയും സഹായം ആവശ്യമില്ല. വേണ്ടത് അറിവാണ്. ആ അറിവാണ് സത്സംഗത്തിൽ കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ കിട്ടിയിരിക്കുന്ന അറിവിനെ നിങ്ങളിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം, നിങ്ങളിൽ വ്യാപിപ്പിക്കണം, അതിനെ സ്വാംശീകരിക്കണം. എങ്ങനെയാണ് സ്വാംശീകരിക്കുന്നത്? ഞാനുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങൾ വിച്ഛേദിക്കണം. ഈ ഞാനല്ല, ഈ നാമരൂപധാരിയായ ഞാനാണോ? ഓഷോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓഷോ ഭഗവത്ഗീത നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, ഭഗവത്ഗീത ഏതാണ്ട് 6 വർഷക്കാലം അദ്ദേഹം ഭഗവത്ഗീത പ്രഭാഷണം നടത്തി. അന്ന് അദ്ദേഹം രജനീഷ് ആയിരുന്നു. ഭഗവാൻ രജനീഷ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങക്ക് ലജ്ജയില്ലേ? അങ്ങൊരു പ്രൊഫസറല്ലേ? അങ്ങയുടെ മുഖത്ത് നോക്കി ഭഗവാൻ എന്ന് ഈ ആളുകൾ വിളിക്കുമ്പോൾ അങ്ങക്ക് അവരെ തടഞ്ഞുകൂടെ? അങ്ങ് ഭഗവാൻ അല്ലല്ലോ, അങ്ങ് രജനീഷല്ലേ, ഒരു മനുഷ്യനല്ലേ. അങ്ങയെ നോക്കി ഭഗവാൻ എന്ന് വിളിക്കുമ്പോൾ അങ്ങക്ക് അവരെ തടഞ്ഞുകൂടെ എന്നാണ് ആ ചെറുപ്പക്കാർ ചോദിച്ചത്. അവരെ അടുത്ത് വിളിച്ചിട്ട് രജനീഷ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എന്താ വിളിച്ചത്? ഭഗവാൻ രജനീഷ് ഇല്ലേ? ആ ഭഗവാനെ അങ്ങ് വിട്ടുകളയും. പേര് എന്താണ് നിങ്ങൾ പറഞ്ഞത്? രജനീഷ്. ആ രജനീഷ് എന്നുള്ള പേരിന് പകരം എനിക്ക് കുട്ടപ്പൻ എന്നാണ് പേരിട്ടിരുന്നത് എങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ അറിയപ്പെടും? പറയൂ. അവർ പറഞ്ഞു, കുട്ടപ്പനായിട്ട് അറിയപ്പെടും. ആണല്ലോ. കുട്ടപ്പൻ എന്നുള്ളതിന് പകരം ആനന്ദകുമാർ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെ അറിയപ്പെടും? ആനന്ദകുമാർ എന്നറിയപ്പെടും. അപ്പോൾ ഈ നാമം, രജനീഷ് എന്ന് പറയുന്ന നാമം സത്യമല്ല. അത് മാറാവുന്നതാണ്, മാറ്റാവുന്നതാണ്, മാറുന്നതാണ്, ശാശ്വതമായിട്ടുള്ളതല്ല എന്നുള്ളത് മനസ്സിലായില്ലേ? എന്താ നിൻ്റെ പേര്? എൻ്റെ പേര് ചന്ദ്രൻ. ഈ ചന്ദ്രൻ എന്നുള്ള പേര് ഇടുന്നതിന് പകരം ബുധൻ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ നീ ഇപ്പോൾ എങ്ങനെ അറിയപ്പെടും? അത് ബുധൻ എന്നറിയപ്പെടും. അപ്പോൾ അത് സത്യമാണല്ലോ. അടുത്തവനോട് നിൻ്റെ പേരെന്തുവാണ്?
അത് കമലാസനൻ. ഈ കമലാസനൻ എന്നുള്ള പേരിന് പകരം പുണ്ടരീകാക്ഷൻ എന്നാണ് ഇട്ടിരുന്നതെങ്കിലോ ഞാനിപ്പോൾ അങ്ങനെ അറിയപ്പെടും. അപ്പോൾ ഈ നാമങ്ങൾ മാറുന്നതാണ്, സത്യമല്ല. ഇനി എൻ്റെ പേരിലേക്ക് വരാം, രജനീഷ്. ആ പേരിൻ്റെ മുമ്പിലുള്ള പദമെന്തോ ആയിരുന്നു നിങ്ങൾ പറഞ്ഞത്? ഭഗവാൻ രജനീഷ്. എന്നിട്ട് രജനീഷ് പറഞ്ഞു, എൻ്റെ ഈ 2 നാമരൂപങ്ങളിൽ രജനീഷ് എന്ന് പറയുന്നത് അസത്യം, മാറുന്നതാണ്. ഏതു പേരും അവിടെ യോജിക്കും. പക്ഷേ അതിന് മുൻപ് പ്രയോഗിച്ചിരിക്കുന്ന ആ പദമുണ്ടല്ലോ, ഭഗവാൻ, അതിന് ഒരു മാറ്റവുമില്ല. ഞാൻ ആ ഭഗവത് സ്വരൂപം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഓഷോ അങ്ങനെ പറഞ്ഞത്? ഓഷോ അപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്ന ഇരിക്കുന്നത്? തന്നിലെ താനായിട്ടിരിക്കുന്നു. തന്നിലെ താൻ, നോട്ട് ദ ഞാൻ. തന്നിലെ താൻ എന്ന് പറയുന്നത് ആരാണ്? സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവ ശരീരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന സർവേശ്വര ചൈതന്യമാണ് തന്നിലെ താൻ. അതായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ എന്നെ അറിയുന്നത് ഭഗവാനായിട്ടാണ്, ഭഗവത് സ്വരൂപമായിട്ടാണ്. ഐ ആം നത്തിങ് ബട്ട് ദ ഗോഡ്. ഞാൻ അതിനെ എങ്ങനെയാടാ ഉപേക്ഷിക്കുന്നത്? നിങ്ങൾ പറയുന്നു ആ ഭഗവാൻ എന്ന് പറയുന്നതിനെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. നിങ്ങളെ നോക്കി ഭഗവാൻ എന്ന് പറയുമ്പോൾ ആളുകളോട് നിങ്ങൾ പറയണം, അങ്ങനെ പറയരുത് എന്ന്. ഞാൻ ഭഗവാനായിട്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ എന്നെ ഭഗവാൻ എന്ന് വിളിക്കരുത് എന്ന്? ഞാൻ ഭഗവാൻ തന്നെയാകുന്നു എന്ന് പറയുന്നത് എന്താണ്? അഹം ബ്രഹ്മാസ്മി. ഞാൻ ആ ബ്രഹ്മം തന്നെയാകുന്നു. നിങ്ങളും അതുതന്നെയാകുന്നു. നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലേ? ഈ നാമരൂപധാരിയായ ഞാനല്ല നിങ്ങളിലെ യഥാർത്ഥ ഞാൻ. ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഓരോ ശരീരത്തിലും സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ താൻ ഭാവം, ഈശ്വര ചൈതന്യം, നിങ്ങൾക്കും ആ പേര് യോജിക്കും, ഭഗവാൻ. ചില ആളുകൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്, ഭഗവാൻ കുട്ടപ്പനെന്ന് എന്നെ പറയാം, കുട്ടപ്പൻ, ഭഗവാൻ കുട്ടപ്പനെന്ന്, അല്ലെങ്കിൽ ഭഗവാൻ രാജീവ് എന്ന് എന്നെ പറയാമോ? ഭഗവാൻ വസുമതി എന്ന്, ഭഗവതി വസുമതി എന്ന് പറയാമോ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നിങ്ങളെ അറിയുന്നുണ്ടോ? ആ അറിവിലേക്ക് നിങ്ങളെ ഉദ്ധരിപ്പിച്ചിട്ടുണ്ടോ? ആ അറിവിൽ നിങ്ങൾ ബലം നേടിയിട്ടുണ്ടോ? ആ അറിവിൽ നിങ്ങളുടെ ശ്രദ്ധ ഉറച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് പറയാം, ഒരുത്തനെ നോക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെന്ത് പറയും, അയ്യോ ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അതാണെങ്കിൽ അത് തന്നെയാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് എനിക്ക് ബാധകമല്ല. ഞാൻ അറിയുന്നു. ഓഷോ പറഞ്ഞു അതല്ലേ, ഞാൻ ഭഗവാനാണെന്ന് അറിയുന്നു. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭഗവത് സ്വരൂപമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഓഷോയെ ഇത്ര ബഹുമാനം. അദ്ദേഹം ഒരു പരമഹംസനാണ്. അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത എനിക്ക് ഒരിക്കലും താഴെ വയ്ക്കാൻ കഴിയില്ല. 18 വോളിയങ്ങൾ, 10,000 രൂപ. അദ്ദേഹം ഭഗവത്ഗീത പ്രഭാഷണം നടത്തിയത് മുഴുവനും. ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഒരു ഭാഷ്യം, ഗീതാഭാഷ്യം ഞാൻ വായിച്ചിട്ടില്ല. അതേസമയത്ത് അതിഗംഭീരമാണ് ശങ്കരാചാര്യ സ്വാമികളുടേത്, ജ്ഞാനേശ്വരിയുടേത്, മധുസൂദന സരസ്വതിയുടേത്. അങ്ങനെ ഒരുപാട് ഗീതകളുണ്ട്. ഒരുപാട് ഗീതകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ഔന്നത്യത്തിൽ നിൽക്കുന്നവ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സ്ഥാനം മറ്റൊന്നാണ്. ഈ ലൗകികവുമായിട്ട് പൂർണ്ണമായിട്ടും ചാലിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്. അതിനോടൊപ്പം മറ്റൊരു ഗീത ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു കച്ചവടക്കാരൻ എഴുതിയിട്ടുള്ളത്. അത് പാകിസ്ഥാനിൽ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ചടിച്ചിട്ടുള്ളതാണ്. ഒരു
മോഹിത് എന്ന് പറയുന്ന ഒരാൾ, ഒരു സേട്ട്, ബാങ്ക് നടത്തുന്ന ആളാണ്. കച്ചവടം സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പാകിസ്ഥാനിൽ ലാഹോറിൽ നിന്ന് അച്ചടിച്ചിരിക്കുന്ന ഗീത ഹിന്ദിയിലാണ്. അപ്പോൾ കാരണം ഏത് മേഖലയിൽ നിൽക്കുന്ന ആളിനും ഈ അറിവിലേക്ക് ഉണരാനുള്ള വാതായനം ഗീതയിൽ തുറന്നിട്ടിട്ടുണ്ട്. ഇന്നാർക്ക് മാത്രമേ ആകാവൂ എന്നില്ല. ഇപ്പോൾ വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ശൂദ്രന് വേദം കേൾക്കാനുള്ള അധികാരമില്ല, ശൂദ്രൻ കേട്ടാൽ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഭൂമി പരന്നിരിക്കുന്നു എന്ന് എഴുതി വച്ചിട്ടില്ലേ ചില മതഗ്രന്ഥങ്ങളിലൊക്കെ? പരന്നാണോ ഇരിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ അതിനെ പിടിച്ചോണ്ട് നടക്കുന്നുണ്ടോ? അത് ആ കാലത്ത് പറഞ്ഞിരിക്കുന്നത് ചില ആളുകളുടെ ദൗർബല്യമാണ്, അറിവില്ലായ്മയാണ്. അതിനെ അതുപോലെ കണക്കാക്കി കളയുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഭഗവത്ഗീതയിലേക്ക് ആർക്കും, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും, ഒരു മുസൽമാൻ ആ ഭഗവത്ഗീത ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന് അല്ലേ അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക് എന്ന് പറയുന്ന അൽ ഹിലാജ് മൻസൂർ മുസൽമാൻ, അദ്ദേഹത്തിൻ്റെ ഗുരു ജുനൈദ്, അദ്ദേഹത്തിന് പല പേരുകളുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ്, ഒരു പുരിയാണ്. എന്നാൽ അദ്ദേഹത്തെ മുസ്ലിം ആളുകൾ അദ്ദേഹം മുസ്ലിം രീതിയിൽ ഉള്ള പേര് കൊടുത്ത് വിളിച്ചിരുന്നു. ഏതാണ്ട് 10ഓളം പേരുകൾ അദ്ദേഹത്തിനുണ്ട്. സദാസമയവും അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക്. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി. അദ്ദേഹത്തിൻ്റെ മുസ്ലിം ശിഷ്യനായ അൽ ഹിലാജ് മൻസൂർ, ആ ശിഷ്യൻ ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് സദാസമയവും അനൽ ഹക്ക് അനൽ ഹക്ക് അനൽ ഹക്ക് എന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ആ പ്രദേശത്തെ, ആ രാജ്യത്തെ നവാബ് ഈ വിവരമറിഞ്ഞ് ഇങ്ങനെ ഒരു മുസ്ലിം അനൽ ഹക്ക് അനൽ ഹക്ക് അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് അറിവ് കൊടുത്ത്, അങ്ങനെ ഒരു മുസ്ലിം ഇസ്ലാം മതത്തിൽ ഒരാളിന് ഞാൻ ഈശ്വരനാണെന്ന് പറയാനുള്ള അധികാരമില്ല, അങ്ങനെ പറഞ്ഞാൽ അവനെ കൊന്നുകളയും, കാരണം അതിന് അർഹതയില്ല, മനുഷ്യൻ ഈശ്വരനാകാൻ ഒക്കുകയില്ല എന്നാണ് അവരുടെ മതം പറയുന്നത്. നോക്കൂ ആ മതത്തിൻ്റെ വ്യത്യാസം. നമ്മൾ പറയുന്നത് എന്താണ്? തത് ത്വമസി, നീ അതാകുന്നു, അല്ലേ? നീ അതാകുന്നു, ആ ഈശ്വരൻ നീ തന്നെയാകുന്നു. ഇപ്പം ഇവിടുത്തെ സത്സംഗത്തിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും അതിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് അതാകാം. അതിലേക്ക് ആരാണോ നിരന്തരമായിട്ട് തന്നെ ഉദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർ കൃത്യമായിട്ടും എത്തേണ്ട സമയത്ത് എത്തും. പക്ഷേ ആ ഉദ്ധാരണം നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കണം. ഇല്ല, തെങ്ങിലേക്ക് കയറിയാൽ ഒറ്റ കയറ്റത്തിൽ കയറണം, പകുതി കയറിയിട്ട് താഴോട്ടിറങ്ങിയ അറ്റത്തെത്തില്ല. ഒറ്റ കയറ്റത്തിൽ അറ്റം പറ്റണം, എന്നാലേ തെങ്ങിൻ്റെ മണ്ടയിലെത്തൂ. അതുപോലെ ആ വിചാരം എത്തുന്നതുവരെ സ്ഥിരമായിട്ട് തുടങ്ങണം. നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നേരം ചെല്ലും, പിന്നെ കളയും, പിന്നെ അടുത്ത ആഴ്ച വരുമ്പം കേട്ട് കുറച്ച് നേരം തുടങ്ങും. അങ്ങനെയല്ല, കേട്ട് പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറും ആ ഭാവം സോഹം 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 ശിവോഹം 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 ആ മന്ത്രം തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കണം. മറ്റുള്ള കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നതിനൊരു തടസ്സവുമില്ലല്ലോ. അതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ, അത് വിട്ടേക്കണം. ശിവോഹം ശിവോഹം ശിവോഹം. വെറുതെ ശിവോഹം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ശിവോഹം എന്ന് പറയുമ്പോൾ ഞാൻ ആ ശിവം, ആ മംഗളസ്വരൂപം, എന്നിലിരിക്കുന്ന സാക്ഷി ചൈതന്യം ആണെന്നുള്ള ഭാവം കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഫലമില്ല. ഇല്ലെങ്കിൽ ഈ ചൊല്ലുന്ന മന്ത്രം അഗ്നി കെട്ട തീയിലേക്ക് ഹവിസർപ്പിക്കുന്നത് പോലെ ആയിരിക്കും.
നെയ്യ് ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. ചാമ്പലിൽ നെയ്യ് ഒഴിച്ചാൽ എന്ത് പ്രയോജനം? അഗ്നി ഉണ്ടായിരിക്കണം. അതുപോലെ ഭാവമില്ലാത്ത തരത്തിലുള്ള മന്ത്രോച്ചാരണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. സ്വാമി, ഞാൻ 24 മണിക്കൂറും ചൊല്ലുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനവുമില്ല. എന്താ പ്രയോജനം ഇല്ലാത്തത്? ഭാവമില്ല. തത്ത പറയും പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിവോകം 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 ചിവോകം. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. ഒരു പ്രാവശ്യം ശിവോഹം പറയുമ്പോൾ നാം ആ ശിവത്വത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കണം. ഞാൻ ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വര ചൈതന്യം, ആ മംഗളസ്വരൂപം, ആ സാക്ഷി ചൈതന്യം ശിവം, അതാണെന്നുള്ള ഭാവന ചെയ്ത് ആ ഭാവത്തെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലലിൽ നിന്ന് വിട പറയാം കുറേ സമയത്തേക്ക്. ആ ഭാവത്തിൽ നിങ്ങൾക്ക് സ്ഥിതി നേടിയാൽ നിങ്ങൾക്ക് ഭാവസമാധി താനേ വരും. ആ ഭാവത്തെ തന്നെ നിങ്ങൾ നിരന്തര വിചാരം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഭാവസമാധിസ്ഥനായിത്തീരും. അത് ലൗകികനായതുകൊണ്ട് ആ സമാധിയൊക്കെ നമുക്ക് കിട്ടുമോ എന്നൊന്നും ആരും സംശയിക്കരുത്. എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. ആ ഭാവം നിങ്ങളിലുണ്ടായിരിക്കണം. യദ്ഭാവോ തദ്ഭവതു. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതല്ലേ നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഏതെങ്കിലും കല്ലിനെ നിങ്ങൾ സാക്ഷാത് സമർപ്പണ ഭാവത്തോടു കൂടി ആരാധിക്കുകയാണെങ്കിൽ ആ കല്ലിൽ നിന്ന് പോലും നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടും. കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ സമർപ്പണ ഭാവം. കല്ലിൽ നിന്നല്ല കിട്ടുന്നത്, നിങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഭാവം എങ്ങനെയാണോ അതിനനുസരിച്ച് അത് പ്രതിഫലിക്കും, പ്രതിബിംബിക്കും. ആ കല്ലിൽ ചെന്ന് തട്ടി നിങ്ങളിലേക്ക് പ്രതിബിംബിക്കും. നിങ്ങളിൽ തന്നെയാണ്. കാരണം ആ വസ്തു നിങ്ങളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, ആ ഈശ്വരൻ നിങ്ങളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. ആ ഈശ്വര ഭാവത്തിന് നിങ്ങൾ ഒരു ഉപാധി കണ്ടെത്തുന്നു, സഹായം, ഒരു ഊന്നുകോൽ. പോൾ വാൾട്ട് ചാടുന്ന അവസരത്തിൽ കടമ്പ കടക്കുന്നതിന് വേണ്ടിയിട്ട് ഏതു പ്രകാരമാണോ നമ്മൾ ഒരു മുളവടി ഊന്നി ചാടി കടമ്പ കടക്കുന്നത്, അതുപോലെയാണ് ഈ വിഗ്രഹങ്ങൾ. ഈ കല്ല് എന്ന് പറഞ്ഞത് വിഗ്രഹമായിട്ടാണ്. അതേതുമാകാം. കൃഷ്ണ വിഗ്രഹമാകാം, ശിവൻ്റെ വിഗ്രഹമാകാം, മുരുകൻ്റെ വിഗ്രഹമാകാം. ഒന്നുമില്ലാത്ത വെറും കല്ലാണെങ്കിലും നിങ്ങൾ കണ്ടില്ലേ, ശിവലിംഗം വെറും കല്ലല്ലേ. മുസ്ലിംസിൻ്റെ മക്കായിലുള്ള ആ ചതുരക്കല്ല് കല്ലല്ലേ, അതിനല്ലേ അവർ വലം വയ്ക്കുന്നത്. അവർക്ക് ചതുരക്കല്ല്, നമുക്ക് ഉരുളങ്കല്ല്, ശിവലിംഗം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം യേശുവല്ല, മുഹമ്മദ് അല്ലേ. യേശു നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചയാളാണ്. ഭാരതീയ ഋഷി വര്യന്മാരുടെ കൂടെ ഇരുന്ന് എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. തത്വങ്ങൾ എല്ലാം എല്ലായിടത്തും ഒന്നു തന്നെയാണ്. പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾക്കും ക്രിസ്തു മതവിശ്വാസികൾക്കും അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ മതങ്ങളിൽ പുനർജന്മ വിശ്വാസം ഒന്നും ഇല്ലാത്ത നിലയിലിരിക്കുന്നത്. ഭാരതീയ തത്വശാസ്ത്രത്തിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ എല്ലാം ഒന്ന്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ചൈതന്യത്തെയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യം തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് താൻ എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവത്തെ തന്നെ വിചാരം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു മനോഭാവം
നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ഉണ്ടാകുമ്പോൾ ലൗകികത്തിൽ ഒരു ഉദാസീനതയും കാണിക്കേണ്ട. എല്ലാത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാമായിട്ടും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഏതുപോലെയാണോ ഒരമ്മ ദൂരെ ഗൃഹത്തിൽ ജോലിക്കാരിയായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ മനസ്സ് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവത്തിൽ കുഞ്ഞിൻ്റെ നേർക്ക് സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ മനസ്സും ലൗകികത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലുള്ള താനിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.